കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗ്രഹങ്ങളുടെ സ്വക്ഷേത്രങ്ങളെ കുറിച്ചാണ് പഠിച്ചത്. ഇനി നോക്കിയാൽ ഗ്രഹങ്ങളുടെ മൂലക്ഷേത്രം ഏതാണ് എന്ന് മനസ്സിലാക്കാം. എല്ലാ ഗ്രഹങ്ങൾക്കും സ്വക്ഷേത്രത്തിൽ അഥവാ സ്വന്തം വീട്ടിൽ പകുതി പരക്കും മൂലത്രികോണ രാശിയിൽ 3/4 പരക്കും ഉണ്ടായിരിക്കും. സ്വക്ഷേത്രം ഗ്രഹങ്ങളുടെ വീടാണ് എങ്കിൽ മൂലത്രികോണം തറവാടാണ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ സ്വക്ഷേത്രത്തിൽ നൽകുന്നതിനേക്കാൾ കൂടുതൽ ഫലം ഗ്രഹങ്ങൾക്ക് മൂലക്ഷേത്രത്തിൽ നിന്നാൽ ഉണ്ടാകുന്നതാണ്. ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ രാശിയും മൂലക്ഷേത്രമാണ്. അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. സൂര്യന് ചിങ്ങം രാശിയാണ് മൂലക്ഷേത്രം, ചന്ദ്രന് ഇടവവും, ബുധന് കന്നിയും, വ്യാഴത്തിന് ധനുവും, ശുക്രന് തുലാം രാശിയും, ശനിക്ക് കുംഭം രാശിയും മൂലക്ഷേത്രമാണ്. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി രാശിചക്രത്തിൽ എഴുതി കാണിക്കാം. ഇതില് സൂര്യന് ചിങ്ങം രാശി മൂലക്ഷേത്രം എന്ന് പറഞ്ഞുവെങ്കിലും ചിങ്ങം രാശി മുഴുവനും സൂര്യൻ മൂലക്ഷേത്രമല്ല. ഒരു രാശി എന്നത് 30 ഡിഗ്രിയാണ് എന്ന് നമ്മൾ മുൻപ് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ചില വാക്കുകൾ വരെയാണ് ഗ്രഹങ്ങൾക്ക് മൂലക്ഷേത്രാവകാശമുള്ളത്. നമുക്കൊന്ന് വിശദമായി നോക്കാം. സൂര്യന് ചിങ്ങം രാശിയിൽ 20 ഡിഗ്രി വരെയാണ് മൂലക്ഷേത്രാവകാശമുള്ളത്. ചന്ദ്രന് ഇടവം രാശിയിൽ ആദ്യത്തെ 3 ഡിഗ്രിക്ക് ശേഷം 30 ഡിഗ്രി വരെയുള്ളതായിരിക്കുന്ന 27 ഡിഗ്രിയും മൂലക്ഷേത്രമാണ്. ശുക്രയ്ക്ക് മേടരാശിയിൽ ആദ്യത്തെ 12 ഡിഗ്രി വരെയാണ് മൂലക്ഷേത്രം. ബുധന് കന്യരാശിയില് 15 ഡിഗ്രി മുതൽ 20 ഡിഗ്രി വരെയുള്ളതായിരിക്കുന്ന 5 ഡിഗ്രി ഭാഗമാണ് മൂലക്ഷേത്രം. വ്യാഴത്തിന് ധനുരാശിയിൽ ആദ്യത്തെ 10 ഡിഗ്രി വരെ, ശുക്രന് തുലാം രാശിയിൽ ആദ്യത്തെ 5 ഡിഗ്രി വരെ, ശനിക്ക് കുംഭം രാശിയിൽ ആദ്യത്തെ 20 ഡിഗ്രി വരെയും മൂലക്ഷേത്രമാണ്. അങ്ങനെ വരുമ്പോൾ സൂര്യൻ ചിങ്ങം രാശിയിൽ ആദ്യത്തെ 20 ഡിഗ്രിക്കുള്ളിലാണ് നിൽക്കുന്നത് എങ്കിൽ സൂര്യൻ തന്റെ മൂലക്ഷേത്രം മനസ്സിലാക്കണം. ആ സൂര്യന് 75% ബലമുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇപ്രകാരം ബലവാനായ സൂര്യൻ തന്റെ ഗുണങ്ങളെ മുഴുവൻ അതിനനുസരിച്ച് ജാതകന് കൊടുക്കുന്നതാണ്. ഇങ്ങനെ ഓരോ ഗ്രഹങ്ങളെയും നമുക്ക് ചിന്തിക്കണം. ഗ്രഹങ്ങളുടെ മൂലക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ് എന്നും അത് എത്ര ഡിഗ്രി വീതമുണ്ട് എന്ന് മനസ്സിലാക്കി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഗ്രഹങ്ങളുടെ ഉച്ചനീച രാശികൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കാം. നന്ദി, നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗ്രഹങ്ങളുടെ മൂലക്ഷേത്രം ഏതാണ് എന്ന് മനസ്സിലാക്കി. ഇന്ന് നമുക്ക് ഗ്രഹങ്ങളുടെ ഉച്ചനീച രാശികൾ ഏതെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. അതിന് മുമ്പിലായിട്ട് എന്താണ് ഉച്ചം, എന്താണ് നീചം എന്ന് അറിയുന്നത്. ഉച്ചം എന്നാൽ ഉയർന്ന അവസ്ഥ, മേന്മ എന്നതാണ് അർത്ഥം. ഗ്രഹങ്ങൾക്ക് രാശിചക്രത്തിലെ ഈ 12 രാശികളിൽ ചില ഭാഗത്ത് ഉയർന്ന അവസ്ഥ അഥവാ ഗ്രഹങ്ങൾ അതിശക്തരായി തീരുന്ന അവസ്ഥ കൈവരും. ആ ഭാഗത്തിന് ആ ഗ്രഹത്തിന്റെ ഉയർന്ന രാശി അഥവാ ഉച്ചരാശി എന്ന് പറയാം. അതുപോലെ നീചം എന്നുള്ളതിന്റെ അർത്ഥം താഴ്ന്ന, ശൂന്യമായ, പ്രയോജനമില്ലാത്ത, അധമമായ എന്നൊക്കെയാണ് അർത്ഥം. നേരത്തെ പറഞ്ഞതുപോലെ ഗ്രഹങ്ങൾ അതിശക്തരായി തീരുന്ന രാശിഭാഗങ്ങളെ ഉച്ചം എന്ന് പറയുന്ന സമയത്തിൽ ഗ്രഹങ്ങൾ ദുർബലരായി തീരുന്ന രാശികളെ നീചരാശികൾ എന്ന് പറയാം. ഓരോ ഗ്രഹങ്ങൾക്കും വ്യത്യസ്ത രാശികളാണ് ഉച്ചരാശിയും നീചരാശിയും. അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. സൂര്യന് മേടം രാശിയാണ് ഉച്ചരാശി, ചന്ദ്രന് ഇടവം, ചൊവ്വയ്ക്ക് മകരം, ബുധന് കന്നി, വ്യാഴത്തിന് കർക്കിടകം, ശുക്രന് മീനം, ശനിക്ക് തുലാം രാശിയാണ് ഉച്ചരാശി. ഈ പറഞ്ഞ രാശികൾ പ്രസ്തുത ഗ്രഹങ്ങളുടെ ഉച്ചരാശികളാണ്. അഥവാ ഈ രാശികളിൽ ഇവർക്ക് നല്ല ബലം ഉണ്ടായിരിക്കും. ഗ്രഹത്തിന്റെ ഉച്ചരാശി ഏതാണോ അതിൽ നിന്നും എന്ന് തുടങ്ങിയാൽ 7ാമത്തെ രാശി ആ ഗ്രഹത്തിന്റെ നീചരാശിയാണ്. സൂര്യന് തുലാം രാശിയാണ് നീചരാശി, ചന്ദ്രന് വൃശ്ചികവും, ചൊവ്വയ്ക്ക് കർക്കിടകവും, ബുധന് മീനവും, ശുക്രന് കന്നിയും, വ്യാഴത്തിന് മകരവും, ശനിക്ക് മേടം രാശിയും നീചരാശിയാണ്. ഉദാഹരണത്തിന് മേടം രാശിയാണ് സൂര്യന്റെ ഉച്ചരാശി എന്ന് പറയുന്നത്. മേടം രാശികളൊക്കെ എണ്ണിയാല് മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം. തുലാം രാശിയാണ് 7ാം രാശിയായി വരുന്നത്. അപ്പോൾ സൂര്യന്റെ നീചരാശി തുലാം രാശിയാണ് എന്ന് മനസ്സിലാക്കണം. ഈ രാശിയിൽ സൂര്യൻ വരുന്ന സമയത്ത് സൂര്യന് ബലം ഉണ്ടായിരിക്കില്ല.
നല്ല ഗ്രഹങ്ങൾ ശുഭകലങ്ങൾ ബലമില്ലാത്ത ഗ്രഹങ്ങൾ അശുഭകലങ്ങളാകും നൽകുക. അതുകൊണ്ട് തന്നെ ഗ്രഹങ്ങളുടെ ഗതാഗതം നിർണ്ണയിക്കുവാൻ ഉച്ചനീച രാശികളെ കുറിച്ച് അറിഞ്ഞത് അത്യാവശ്യം തന്നെയാണ്. ഈ വീഡിയോ മനസ്സിലാകും വരെ 3-4 തവണകളായി കാണുക, മനസ്സിൽ ഉറപ്പിക്കുക. അടുത്ത ക്ലാസ്സിൽ ഗ്രഹങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ. നന്ദി, നമസ്കാരം. നമസ്കാരം. മാന്യ കർഷകർക്ക് കേരള ദിവസത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗ്രഹങ്ങളുടെ ഉച്ചനീച രാശികളെ കുറിച്ച് മനസ്സിലാക്കി. ഇന്ന് നമുക്ക് നവഗ്രഹങ്ങളെ അറിയാം. സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, രാഹു, കേതു. ഈ 9 ഗ്രഹങ്ങളെയാണ് ജ്യോതിഷത്തിൽ നവഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു സംശയം നമ്മുടെ മനസ്സിൽ, നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിച്ചത് ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ, ഈ 9 എണ്ണമാണ് ഗ്രഹങ്ങളെന്നും സൂര്യൻ ഒരു നക്ഷത്രമാണ് എന്നും ചന്ദ്രൻ ഭൂമിയുടെ ഉപഗ്രഹമാണ് എന്നുമാണ് പഠിച്ചത്. അത് ശരി തന്നെയാണ്. ഭൂമിക്ക് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരവും സ്ഥിതിയും നിമിത്തം ഭൂമിയിലും ഭൂമിയിലെ ജീവജാലങ്ങൾക്കും സംഭവിക്കുന്ന ഗുണദോഷങ്ങളെ മനസ്സിലാക്കി തരുന്നതാണ് ജ്യോതിഷം. അപ്പോൾ ഭൂമിയിൽ നിന്നുമാണ് നമ്മൾ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ പട്ടികയിൽ നിന്ന്